ഭാരല ജോലിയാട്ട പപ്പടം പൊരിക്കല്. അത് നമ്മൾ ഡേറ്റ് എടുക്കാൻ വന്നേക്കന്നെ. എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ആണ് പറഞ്ഞിട്ട് കാര്യമില്ല, വലിയ ഹാപ്പി ഇല്ല. കാരണം ഒന്നാകെ വിരകിയൊരു ദിവസം. കാക്കാണി വേറെ തിരക്കും അങ്ങനെയൊക്കെ കൂടിയായിട്ട് കുക്കിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ബർത്ത്ഡേ ആയിട്ട് ഞാൻ ഇന്ന് സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് സദ്യക്കുള്ള സാധനങ്ങളൊക്കെ വെച്ചിരിക്കാൻ കേട്ടോ. സദ്യക്കുള്ള സാധനങ്ങളൊന്നുമില്ല. കുറച്ച് സാമ്പാർ കഷ്ണം അധികം കൊണ്ട് വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ട് അതിലുള്ള പച്ചക്കറികൾ വേർതിരിച്ചിട്ടാണ് ഞാൻ സദ്യ ഉണ്ടാക്കൽ കേട്ടോ. കുഞ്ഞു സദ്യകളൊക്കെ. അപ്പോൾ അതാ സാമ്പാർ വെച്ചു, പായസത്തിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ഉണ്ടോ പള്ളിക്കൽ അതാ കുത്തു പോകുന്നുണ്ട്. ഇക്ക പള്ളിക്കൊക്കെ പോയി. ഇക്കാൻ്റെ ബർത്ത്ഡേയും എൻ്റെ ബർത്ത്ഡേയും വെള്ളിയാഴ്ച ആയിരുന്നു അല്ലേ. ഞാൻ വേഗം ഇതൊക്കെ ഒന്ന് ഒരുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിന് പച്ചക്കറികൾ തരം തിരിച്ചിട്ട് ഞാൻ റെഡിയാക്കി വെക്കണം. ഇത്ര മത്തങ്ങണ്ട് ഇത് ഓലനക്കുള്ളത്. നമുക്ക് ഇത് കുമ്പളം കൊണ്ട് പച്ചടിയോ കിച്ചടിയോ എന്തോ ഉണ്ടാക്കില്ലേ, അത് ഉണ്ടാക്കാം. പിന്നെ ഇതാ പച്ചക്കായും ചേനയും ഉണ്ട്. ഇത് വെച്ചിട്ട് കാളനും ഉണ്ടാക്കാം. അങ്ങനെ ഈ 3 കൂട്ടാൻ മതിയില്ലേ. പിന്നെ വെണ്ടക്ക കൊണ്ടൊരു സാധനം ഉണ്ടാക്കലുണ്ട്, കിച്ചടി പച്ചടിയോ, അത് വേണ്ട. പിന്നെ ഈ പച്ചക്കറികളൊക്കെ കൂട്ടിയിട്ട് ഒരവിയലും. അപ്പോൾ ആദ്യം ഞാൻ ഓലനക്കുള്ളതാണ് മുറിക്കേണ്ടത് അല്ലേ. ഓലനക്കുള്ളത് മുറിച്ചിട്ട് അത് അടുപ്പത്ത് വെക്കാം. വെടിപെടി എന്നുള്ള സദ്യ കേട്ടോ. ഇപ്പോൾ ആ കൂട്ടാനുകളൊക്കെ ഒരുവിധം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി പാത്രങ്ങളൊക്കെ കണ്ടുപിടിക്കണം. പാത്രങ്ങളൊക്കെ താഴ്ത്തല്ലേ. സാമ്പാർ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. പിന്നെ അത് പായസത്തിനുള്ള അരിയും ശർക്കരയാണ് കേട്ടോ. ചട്ടിയിലൊക്കെയാണ് നമ്മൾ ഉപ്പേരി വെക്കാൻ പോകുന്നത്. എല്ലാ കൊല്ലവും എൻ്റെ ബർത്ത്ഡേ കാണിക്കാതെ ഞാൻ ചാനൽ തുടങ്ങിയ മുതൽ. അവരുടെ വയസ്സ് എത്രയെന്ന് എല്ലാവർക്കും അറിയില്ലേ, 43 വയസ്സായിട്ടോ. അപ്പോൾ കഴിഞ്ഞ ഇക്കടെ ബർത്ത്ഡേക്ക് ഞാൻ ഐഫോൺ സമ്മാനം കൊടുത്തിരുന്നല്ലോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഉണ്ട് കേട്ടോ, ഞാൻ അടുത്ത മാസം എൻ്റെ ബർത്ത്ഡേ എനിക്ക് എന്തെങ്കിലും സമ്മാനം തരുമായിരിക്കും. സമ്മാനങ്ങൾ ഞാൻ പറയാം, അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സമ്മാനത്തിൻ്റെ ഭയങ്കര ആൾക്കാരുണ്ട്. എന്നാലും ഇടയ്ക്കൊക്കെ എനിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറേ ഗിഫ്റ്റുകളൊക്കെ സർപ്രൈസായിട്ട് തന്നൊക്കെ ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം ഐഫോണ് സമ്മാനം കൊടുത്ത കാരണം എനിക്ക് ഈ പ്രാവശ്യം എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തരും. പക്ഷെ അതിന് യാതൊരു എനിക്കൊന്നും ഇവിടെ കണ്ടിരുന്നില്ല കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഓർക്കേ ഈ സമ്മാനം ഇല്ലേനാവോ ഇരിക്കുമോ തരുന്നില്ല ഒരു മനസ്സിലിട്ടോ. അത് ഇന്നലെ ഞാൻ ഇക്കാടെ ഫോൺ ഒരാവശ്യത്തിന് എടുത്തിരിക്കുന്നു കേട്ടോ. ആ സമയത്ത് ഇക്കാക്കൊരു മെസ്സേജ് വന്നിട്ടോ. അതായത് നമ്മളെ നേഹ ജ്വല്ലറിയിട്ട് അവരുടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഇതാക്കുക. അപ്പോൾ ഇക്കാനെ വിളിച്ചിട്ടൊന്നും കാണാനുമില്ല. അപ്പം ഞാൻ വേഗം ആ വോയിസ് ഒന്ന് കേട്ടതും നാളത്തേക്ക് തരാൻ പറ്റുമോ നോക്കട്ടെ. അപ്പത്തേനും ഞാൻ ഓഫാക്കി. അപ്പൊക്ക് മനസ്സിലായിട്ടോ എന്തോ ഒരു ഗിഫ്റ്റ്. പിന്നെ ഞാൻ മേലൊക്കെ മെസ്സേജ് ഒന്നും നോക്കിയില്ല കേട്ടോ. ഞാനിത് കണ്ട കാര്യക്കാരോട് പറയും ചെയ്തിട്ടില്ല. ഇക്കന്നെ ഒരു ജാതിയായിട്ടോ ഞാനത് അറിഞ്ഞില്ല. ഇക്ക സർപ്രൈസാക്കി വെച്ചതല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്തായാലും എന്താ സാധനം എന്നുള്ളതൊന്നും എനിക്കറിയില്ല. സമ്മാനം ഉണ്ടെന്ന് അറിയാം. പക്ഷെ എനിക്കിതറിയുന്നു, ഇക്കൊക്കെ അറിയില്ല കേട്ടോ. എന്തായാലും ഇക്ക വരട്ടെ, അപ്പത്തേനും ഈ സദ്യ ഉണ്ടാക്കി കഴിയട്ടെ. അപ്പോൾ എൻ്റെ കുപ്പായം കാണിച്ചു തന്നിട്ടില്ലല്ലോ. ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല, കുറേ ആൾക്കാർ ഇതിട്ടിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ ഷാളും പാൻറ്റും ടോപ്പും ഒക്കെ ഉള്ള നല്ലൊരു ഡ്രസ്സാണ് കേട്ടോ. നല്ല സുഖമുണ്ട് ഇടാൻ. വിലയും നല്ല കുറവാണ്, 700 രൂപയ്ക്ക് ഉള്ളൂ. വിലക്കുറവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ. നല്ല വിലക്കുറവിൽ ഒരു 500 രൂപയിൽ താഴെ നല്ലൊരു മോയ്സ്ചറൈസർ തപ്പി നടക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അക്വാളജിക്കൻ്റെ ഇല്ലുമിനേറ്റ് പ്ലസ് ഹൈഡ്രാജൽ മോയ്സ്ചറൈസർ. ഇതിന്റെ പാത്രം തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് ഞാൻ കുറച്ച് മുമ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ള നല്ലൊരു മോയ്സ്ചറൈസർ ആട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ഇതിന്റെ ടെക്സ്ചർ നോക്ക്, വാട്ടർ ലൈറ്റ് ജെൽ ടെക്സ്ചർ ആണ് കേട്ടോ. നല്ലൊരു സ്മെല്ല് കണ്ടത്. ഇങ്ങനെ ഒരു ടെക്സ്ചറാണ് കേട്ടോ. ഇത് നമ്മുടെ സ്കിന്നിലൊക്കെ പെട്ടെന്ന് തന്നെ അബ്സോർവ് ആകും. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. പിന്നെ ഇതാ ഒട്ടും ഗ്രീസി അല്ല, ഒട്ടും ചിപ്പല്ല. ഇതിൽ അടങ്ങിയിട്ടുള്ള ഹൈലോറോണിക് ആസിഡ് 24 hours നമ്മുടെ സ്കിന്നൊക്കെ ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇതിൽ അടങ്ങിയിട്ടുള്ള ആൽഫ ആർബോട്ടിൻ നമ്മുടെ സ്കിന്നൊക്കെ ഈവൻ ടോൺ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള വൈൽഡ് ബെറീസ് നമ്മുടെ ഡാർക്ക് സ്പോട്ടൊക്കെ ഒന്ന് ലൈറ്റൻ ചെയ്യാനും സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആവാനും ഹെൽപ്പ് ചെയ്യും. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കയ്യിലും കാലിലും ഒക്കെ തേക്കാൻ പറ്റിയ നല്ല, ഞാൻ പറഞ്ഞത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള നല്ലൊരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് അതുപോലെ purple.com അവൈലബിൾ ആണ്. പിന്നെ അക്വാളജിക്കൻ്റെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ shas.com 2025 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് വാങ്ങിച്ചാൽ 20% ഓഫ് റോഡ് കൂടിയിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടും കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല മോയ്സ്ചറൈസർ ആയതുകൊണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ മഴ നല്ല പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വേഗം സദ്യയുടെ പരിപാടികൾ നോക്കട്ടെ. ആമിക്കുട്ടി നെയ്ച്ചിട്ടോ പൊരിഞ്ഞ മഴയത്ത് ഞാൻ വിയർത്തൊലിക്കുന്നുണ്ട്. അപ്പം ഞാനിതൊക്കെ അരിഞ്ഞ് വെച്ചു. ഓരോന്നോരോന്നോരോന്നായിട്ട് വേവിച്ച് വെച്ചു. ഇനി തേങ്ങ അരച്ചിട്ടുണ്ട് കേട്ടോ. തേക്ക് ഓരോന്നിക്ക് ജീരകം അതിലൊക്കെ ഇട്ടിട്ട് അത് തേങ്ങ അരച്ച് വെക്കുക. കടുക് വറുത്ത് സെറ്റാക്കുക. ഇത് അരിയലാണ്.
ഒരുവിധമൊക്കെ റെഡിയാക്കി. സാമ്പാറും അവിയലും. സാമ്പാറും 4 കൂട്ടാനും. ഇനി പായസത്തിൽ കഴിഞ്ഞ ഓണത്തിന് കഴിച്ചതല്ലേ. കൂടി ആമിക്കുട്ടി നീച്ചു. പിന്നെ ഷെഫ്മോ വന്നു. സദ്യ ഇരിക്കാനുള്ളതാ. പള്ളിയിൽ പോയപ്പോ കൊറേ നേരം കണ്ടില്ലല്ലോ. ഇത് വളരെ കുറച്ച് ചെറുപ്പത്തിത്തെ കുപ്പായിട്ട് എന്റെ ഫ്രണ്ട് ഗിഫ്റ്റ് കൊടുത്ത. പക്ഷെ ഇത് നല്ല ക്ഷമ പറഞ്ഞു ഒന്നും കൂടി ഇടാണ്ട് ഇന്ന് ഇട്ട് കൊടുത്ത് കേട്ടത്. ഞാൻ വാഴ എന്നപ്പോ ഞാൻ പറയണേ വാഴനെ ഉള്ളൂ. അതല്ല വാഴലാണോ ഗിഫ്റ്റ്. ഞാൻ ചുമ്മാ പള്ളിയിൽ നിന്ന് വരുമ്പോ എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്ന്. ഗിഫ്റ്റൊന്നുമില്ലേ? നമ്മളെ പ്രേക്ഷകരോട് പറയും. ഞാൻ പറഞ്ഞിരിക്കണോലോട് എന്തേലൊക്കെ ഗിഫ്റ്റ് ഉണ്ടാവുക കാര്യന്നൊക്കെ. എന്താ ഗിഫ്റ്റ്? സാധാരണ മറ്റേ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോ ഡയറി മിൽക്കിന്റെ ചോക്ലേറ്റ് 100 രൂപേന്റെ ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കും. കുറച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ട് വേണമെങ്കിൽ തരും. എന്ത് ചോക്ലേറ്റിന്റെ? ഓ പിന്നെ ചോക്ലേറ്റ്. ഈ ചോക്ലേറ്റ് ഒക്കെ യാമിക്കുട്ടിക്ക് എന്ത് ചോക്ലേറ്റാ പറഞ്ഞല്ലേ? മറ്റേ ബർത്ത്ഡേക്ക് ആ ചോക്ലേറ്റിന്റെ ഗിഫ്റ്റ് വരുമ്പോ അതൊരു വേറെ രസമാണ്. പപ്പടം ഞാൻ വരിക, ഞാൻ ഡ്രസ് മാറിട്ട്. ഓക്കെ. ഈ പപ്പടം പൊരിക്കാൻ തന്നെ ഉള്ളൂ. പിന്നെ പായസത്തേക്ക് തേങ്ങാപ്പാൽ ഞാൻ ഇത് മേടിച്ചിക്ക, ഇൻസ്റ്റന്റ് മേടിച്ചിക്ക. തേങ്ങ ഇതൊക്കെ അവിടെ നിന്നൊക്കെ കൊടുന്ന് പാലുണ്ടാക്കലൊക്കെ റിസ്ക്. അപ്പൊ തേങ്ങാപ്പാൽ മേടിച്ചിക്ക. ഇപ്പൊ പള്ളി പോകുമ്പോൾ ഒന്നും ഉണ്ടാകുന്നില്ലല്ലോ. ഞാൻ കിച്ചണിൽ കൂടെ വന്നപ്പോ ഞാൻ അന്തം വിട്ടു. പള്ളിക്കൊക്കെ ഞാൻ 1:30 മണി ആയപ്പോഴത്തേക്കും അത്ര ഐറ്റംസ് കൂട്ടാൻ. സാമ്പാർ റെഡിയായി. നമ്മുടെ അവിയല്, കാളന്, പിന്നെ പച്ചടി, ഓലൻ. പായസത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം, പപ്പടം ഇടണം. അത്രേ ഉള്ളൂ. 43 വയസ്സിലും എന്റെ എനർജിക്ക് ഒരു കുറവില്ലല്ലോ. അത് വലിയൊരു സംഭവമൊന്നുമല്ല. ഒരു യാമിക്കുട്ടി. അപ്പോൾ ഏറ്റവും വലിയ ഭാരമുള്ള ജോലിയാണ് പപ്പടം പൊരിക്കൽ. അത് നമ്മൾ ഡേറ്റ് എടുക്കാൻ വന്നേക്കന്നെ. അങ്ങനെ തന്നോട് ഇടയിൽ സദ്യ ഒക്കെ റെഡിയാക്കി ഞങ്ങൾ എല്ലാവരും കൂടി സദ്യ കഴിക്കട്ടെ. അല്ലേ യാമിക്കുട്ടി? വന്നാ ഇത് ഉമ്മന്റെ ബർത്ത്ഡേ ആണ്. യാമിക്കുട്ടി എനിക്ക് ഉമ്മ ചോദിക്കാതെ തന്നു. അപ്പൊ തന്നെ വരാനായിട്ടില്ല. അമ്മ സദ്യക്ക് വിളമ്പട്ടെ. സദ്യക്ക് നമ്മളെ വീട്ടില് അമ്മിക്കുട്ടിക്ക് സമ്മാനം. നമ്മളത് സമ്മാനമൊന്നുമില്ലല്ലോ. ഉമ്മ പൈസക്ക് ചെലവില്ലാത്തതല്ലേ? പൈസക്ക് ചെലവ് വേണമെന്നൊന്നുമില്ലല്ലോ. സമ്മാനം തന്നപ്പോ ഫ്രീ ആയിട്ട് കിട്ടാണോ? ഓൾക്ക് വാരി കോരി എപ്പോഴും വേണമെങ്കിലും തരാം. പക്ഷെ ഓള് തരൂല. ഓൾക്ക് ഭയങ്കര ഡിമാൻഡാ സമ്മാനം തരാൻ. അല്ലെ ഉമ്മ തരാൻ. ഞാൻ നമുക്ക് സമ്മാനം ഇന്നലെ കൊടുത്തിക്കണം. അത് പിന്നെ പറഞ്ഞു. കഴിഞ്ഞ ഞാൻ അവർക്ക് യാമിക്കുട്ടിയാണ് സമ്മാനം. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനത്തെ അപ്പൊ അങ്ങനത്തെ ഓരോ സമ്മാനങ്ങൾ. അപ്പൊ ഇന്നലെ അതേപോലത്തെ ഒരു സമ്മാനം എനിക്ക് തന്നിട്ടുണ്ട്. ആണ് ഇതിലൊന്നും ഇല്ലാത്ത. എന്നാലൊക്കെ എന്തേലൊക്കെ തരുന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ ഇക്കാക്കാണ് ഞാൻ സർപ്രൈസ് കൊടുത്തിട്ടോ. ഇക്ക പോയി വരുമ്പോഴത്തേന് ഞാൻ സദ്യ ഉണ്ടാക്കി കണ്ടപ്പോ ഇക്ക എന്തായാലും സദ്യ ഉണ്ടാവും നടക്കും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇക്ക. കാരണം പോകുമ്പോ യാമിക്കുട്ടി ഉറങ്ങിയിട്ട് ഒന്നുമില്ല. ആകെ തിരക്കായിരുന്നു. ഇക്കുണ്ടെങ്കിൽ ഒരു ഹെൽപ്പായിരുന്നു. സദ്യ കഴിക്കാൻ ഷെഫ് മോനില്ലട്ടോ. ഓൻ തിരക്കിട്ട് പോവാ. ഓനിപ്പോ കോഴിക്കോട്, കോട്ടക്കൽ, ബാംഗ്ലൂർ പറഞ്ഞിട്ട് നല്ല തിരക്കാണ്. അപ്പൊ ഓന് സദ്യ കഴിക്കണില്ല. അപ്പൊ ഓന് ഇപ്പൊ ഭക്ഷണം കഴിച്ചു. കുറച്ച് 2 കുട്ടികളുകൊണ്ട് സുഖാണ്. കാക്ക പോവാത്രേ. സർപ്രൈസ് ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവരണ്ട കേട്ടോ. ഒക്കെ എടുത്തില്ലേ? ഇക്കൊക്കെ പോയടി നമ്മളെ സദ്യ കഴിക്കാൻ കേട്ടോ. ആദ്യം ഓൾക്കാണ് വിളമ്പി കൊടുക്കാം. എന്നാ പിന്നെ പ്രശ്നമല്ലല്ലോ. മാമു വിളമ്പി തരാം കുട്ടിക്ക്. ഞാൻ ചോറ് ഇല്ല. കുഴപ്പമുണ്ട്. വെച്ചുകൊണ്ട് വിളമ്പിൽ നമ്മൾ എടുക്കാം. ചൂടുണ്ടോ? ആ കുട്ടി കഴിച്ചാ? ഞാൻ കഴിക്കണ്ട്. കപ്പ കഴിക്കണ്ട്.
അപ്പോൾ ഞങ്ങൾ സദ്യയൊക്കെ വിളമ്പി ഭക്ഷണം കഴിക്കാനായിട്ടോ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിട്ടുണ്ട്. നല്ല രസമുള്ള ദിവസം, പക്ഷെ ഇന്ന് നല്ല തിരക്കുള്ള ദിവസം. പക്ഷെ ഒക്കെ പ്ലാനിങ്ങിലോട്ട് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്നാവില്ല. അപ്പോൾ അതുകൊണ്ട് ഒക്കെ പെട്ടെന്നായി. ഇപ്പോൾ സമാധാനമായിട്ട് ഈ ഹാപ്പി മൂഡ് തുടങ്ങുകയാണ്. അപ്പോൾ തിരക്കാവുക കാരണം ബർത്ത്ഡേയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് എന്തൊക്കെ ഞാൻ പറഞ്ഞെന്ന് അറിയില്ല. എന്തായാലും ഗിഫ്റ്റ് കൊണ്ടുവന്ന് ഞാൻ കണ്ടു കേട്ടോ. ഞാൻ വന്നിട്ട് അറിയാതെ കയ്യിട്ടൊന്ന് നോക്കി, ഒന്നും കണ്ടില്ല. ക്യാൻസലായിട്ട് അറിയില്ല കേട്ടോ. എന്ന് വെച്ചാൽ തുടക്കത്തിൽ ഞങ്ങളോട് പറയും ചെയ്തു എന്തോ സമ്മാനം ഉണ്ട് എന്ന്. അവസാനം ഒന്നും ഇല്ലെങ്കിൽ മോശമല്ലേ, അറിയില്ല. ഇപ്പോൾ വീട് പണ്ട സമയത്ത് ഒരുപാട് പൈസൻ്റെ ഒക്കെ ആവശ്യമുള്ള സമയമല്ലേ. അപ്പം നിങ്ങൾ ഒളിപ്പിച്ച് കൊണ്ടുവന്നോ ഒന്നും അറിയില്ല. കൈ പിടിച്ച് കൊണ്ടുപോകില്ലല്ലോ അല്ലേ. ആദ്യം തന്നെ കഴിക്കലോടെ കടന്നു വേറെക്കാണ് തരുന്നതാണ്. എല്ലാരോടും പറയാം എന്റെ മമ്മേന്റെ ബർത്ത്ഡേ ആണ്, എന്റെ മമ്മക്ക് 43 വയസ്സാണെന്നൊക്കെ പറയാ. ആ പറ 43 അടുത്തേക്ക് വെച്ചോട്ടോ. യാമിക്കുട്ടിക്ക് ഒരു 43 വയസ്സുള്ള അമ്മച്ചിനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ ഓരോ ബർത്ത്ഡേ കഴിയുമ്പോഴും ടെൻഷൻ തന്നെയാണ് കേട്ടോ. കാരണം ഇതുവരത്തെ പോലെ അല്ലല്ലോ. ഞാൻ ഇപ്പൊ ഇന്നലെ ഇങ്ങനെ പറയായിരുന്നു, യാമിക്കുട്ടിക്ക് ഇപ്പോ ഒരു 10 വയസ്സാകുമ്പത്തിന് 53, 20 വയസ്സാകുമ്പത്തിന് 63. അപ്പൊ 63 വയസ്സുകാരൊക്കെ ഉണ്ടായിരുന്നോ മതിയായിരുന്നു. യാമിക്കുട്ടിന് ഒരു 20 വയസ്സുള്ള പെണ്ണൊക്കെ ആയിട്ട് കാണാൻ പറ്റിയാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ കണക്കൂട്ടിയിരുന്നു. ഇപ്പൊ മുമ്പത്തെ പോലല്ല. മുമ്പാണെങ്കിൽ ഷെഫ്കുട്ട വലിയതായി, പിന്നെ നമുക്ക് ബാക്കിയുള്ള ലൈഫ് ഹാപ്പിയായി ജീവിച്ച് തീർക്കുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി അങ്ങനെയല്ല, യാമിക്കുട്ടിയും കൂടി കാണണം. എന്തായാലും ബർത്ത്ഡേ ഗേളിന്റെ ഒപ്പം കുത്തിരുന്ന ഒരു സദ്യയൊക്കെ തിന്നട്ടെ. സദ്യ തിന്നിട്ട് കുറെ കാലം കുറെ കാലം എന്ന് പറഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞ ഓണത്തിനൊക്കെ ഓണത്തിന് നിന്നാവും. യാമിക്കുട്ടി പായസമൊക്കെ കുടിച്ച് കരക്കേറി ഇരിക്കട്ടോ. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് വയർ നിറച്ച് പായസം കുടിച്ച് എന്തായാലും ഒന്ന് ഉറങ്ങാൻ തോന്നിട്ടോ. ഒന്ന് ഉറങ്ങണം, നല്ല മഴയുണ്ട്. ഇവർക്ക് ഇതുവരെ സമ്മാനം തന്നിട്ടില്ല കേട്ടോ. ചിലപ്പോൾ ഞാൻ ഇക്കൊക്കെ ചോറൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ആലോചിക്കണം എപ്പോഴാ തരികയെന്ന്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇല്ലേന്നൊക്കെ അറിയില്ല കേട്ടോ. നോക്കാം. കളിക്കുക അവിടെ യാമിക്കുട്ടിക്ക് കളിക്കുക. ഉറങ്ങാ യാമിക്കുട്ടി. യാമിക്കുട്ടി യാമിക്കുട്ടി ഇന്ന് ആരോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. യാമിക്കുട്ടി കണ്ണടയൊക്കെ കാണിച്ചു കൊടുക്കാം നമുക്ക്. യാമിക്കുട്ടി ഇപ്പൊ കണ്ണും മൂക്കും ചെവിയൊക്കെ പറയൂട്ടോ. കണ്ണ് കാണിച്ചെടുത്താ യാമിക്കുട്ടി. കണ്ണ് അവൾക്ക് കാണിച്ചു. കണ്ണ് കാണിച്ചെടുത്താ. ആ പല്ല്, ചുണ്ട്, പിന്നെ തലയുടെ തല. ആ പിന്നെ ചുണ്ടയുടെ ചുണ്ട്. ഓക്കെ. മുടിയുടെ മുടി തലമുടി. ആ മുടി. പിന്നെന്താ ആടെങ്ങനെ കരയാ? ആടെങ്ങനെ കരയാ? എങ്ങനെ എങ്ങനെ ആട് കറിയാ? ചെവി എവിടെ? ചെവി. കാലെവിടെ? കുട്ടറ കാല്. ആ കാല്. കയ്യെവിടെ? കയ്യ്. അതിന്റെ പേരെന്താ? ആ എന്താ കുട്ടികൾക്ക് അടുക്കി വെച്ചത് കാണാനേ പറ്റൂ. യാമിക്കുട്ടിനെ കൂട്ടി ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ ജനൽ തുറന്നു കഴിഞ്ഞാൽ ഒക്കെ സാധനങ്ങൾ അപ്പുറത്തേക്ക് ഇടും. യാമിക്കുട്ടി കുറേ ബോൾ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ ഞങ്ങളിത് തുറന്നു കിട്ടോ. നല്ല രസമാണ് കാണാൻ. ടെമ്പററി ആയിക്കോട്ടെ അല്ലേ. അപ്പത്തിന് അവിടെ ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ആൾ വന്നിക്കാൻ. ജഫ്മോനാണെങ്കിൽ കോഴിക്കോട് പോവാണെന്ന് പറഞ്ഞ് തിരക്കിട്ട് പോയിട്ട് ഇപ്പൊ ഇന്ന് പോണ്ട ആവശ്യമില്ല. അത്ര അപ്പൊ തന്നെ വീണു. അപ്പോൾ ഓനിതാ വന്നിക്കണം. അപ്പൊ ഞങ്ങളെ സദ്യ കഴിക്കലും കഴിഞ്ഞു. ഞങ്ങൾക്ക് സദ്യ വേണം. അപ്പോൾ അങ്ങനെ അഴിക്കൂടെ പോകുമ്പോൾ തോന്നില്ല എന്നാ സദ്യ കഴിക്കായിരുന്നു തോന്നില്ലേ. ഞാൻ വരിക്ക് കാണിച്ചിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ സ്പോട്ടുകളൊക്കെ നല്ലൊരു സ്പോട്ടാണെന്നൊക്കെ. പക്ഷെ യാമിക്കുട്ടി സാധനങ്ങൾ അപ്പുറത്തേക്ക് എടുത്തിടും പറയായിരുന്നു. അപ്പൊ അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോ ഗിഫ്റ്റ് ഒക്കെ തരാനൊക്കെ. ഗിഫ്റ്റ് തരാനാ? എന്നെ പോക്കറ്റ് കേടുന്നു. ഞാൻ അന്ന് പറഞ്ഞ പോലെ പണ്ടാരങ്ങൾ തരുന്നുണ്ടെങ്കിൽ വേണ്ട അങ്ങോട്ട് പറഞ്ഞ പോലെ. പോക്കറ്റിൽ ഇങ്ങനെ കൈയിടാവും. വേഗം തിരക്കിട്ട് പോകും ചെയ്തിരുന്നു. പോയിട്ട് തിരിച്ച് വരും ചെയ്തിട്ട് പോക്കറ്റിൽ കൈയിടുന്നു. അപ്പൊ സ്പ്രേ എടുക്കുക. ഡയറി മിൽക്ക് തന്നാലോ? ഡയറി മിൽക്ക് നിൽക്കുക വേണ്ട. ഡയറി മിൽക്ക് തന്നാലോ?
എന്തുണ്ട് തോന്നുന്നുണ്ട്. എന്തോ കിട്ടിക്കൊള്ളുന്ന ഡയറി മിൽക്ക് കൈ പിടിച്ചിട്ടാ പോകുന്നത്. എന്തോ ഉണ്ട് ഉണ്ടെങ്കിൽ ആണ് തന്നാളെ. അഭിനയിച്ച് നിൽക്കാണ് അപ്പുറത്തൊക്കെ. ഇത് നമുക്കറിയില്ല. എന്താ നിങ്ങൾ ഒപ്പിച്ച് വാങ്ങിച്ച് നോക്ക് ഇതെന്താ മോതിര? എന്താന്ന് നോക്ക്. ഓ എന്നാലും ഇങ്ങനത്തെ ഒപ്പിച്ചുണ്ടാക്കിയോ? കിടക്കട്ടെ. മാഷാ അല്ലാ. രണ്ടാളും വേണ്ടിയാ. നോക്കിടി നോക്കിടി. അതെ ഏത് കെട്ടുമേട്ടത്? എങ്ങനെ അളവൊക്കെ കിട്ടി? നോക്കിടി മമ്മന്റെ മോതിരം. അത് കറക്റ്റാണല്ലേ? എങ്ങനെ അളവൊക്കെ കിട്ടി? അളവ് സെമീർ ബായിനോട് പറഞ്ഞു ഏകദേശം ഒരു രൂപം വെച്ചിട്ടാണ് ഉണ്ടായിക്കോളിന്ന് പറഞ്ഞു. നോക്കിക്ക് മമ്മന്റെ മോതിരം സെക്യൂർ മോതിരാണ് തന്നിരിക്കണത് കേട്ടോ. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഇത് നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് പെരിന്തൽമണ്ണക്ക് പോകാൻ ഞാൻ സെമീർ ബായിക്ക് ഇവിടുന്ന് മെല്ലെ മെസ്സേജ് അയച്ചതാ. എനിക്കാണ്ട് വരാൻ ഒഴിവുണ്ടാവില്ല. അപ്പൊ ചിലപ്പോ മിഞ്ഞാന്ന് 4 നാളായിട്ട് പറഞ്ഞത് ഞാൻ വരാൻ ഒഴിവുണ്ടാവില്ല. അപ്പൊ എങ്ങനെയും ഉണ്ടാക്കിയിട്ട് കൊടുത്ത അക്കൗണ്ട് പറഞ്ഞിട്ട് ഫോട്ടോ വിട്ടുകൊടുത്തുകൊണ്ട് അയപ്പിച്ചതാ. അതിന്റെ ഫോട്ടോ വിട്ടുകൊടുത്തിരുന്നോ? ഫോട്ടോ വിട്ടുകൊടുത്തിരുന്നു. ഇതാണ് കേട്ടൊന്ന് കാത്തിരുന്ന സമ്മാനം. നല്ല ഇഷ്ടപ്പെട്ടു. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ അല്ലേ? അപ്പൊ സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ വീഡിയോ സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓരോ സ്റ്റെപ്പ് ഇവിടെ നിൽക്കരുത്. അന്നേരം പായസം കുടിച്ചാൽ നല്ല ഉറക്കുണ്ട്. നല്ല ക്ഷീണം. ഒന്നാണ് മയങ്ങി നീച്ചാല് ഉറക്കത്തിന്റെ അല്ല, മൊത്തത്തിലൊരു ക്ഷീണം ഉണ്ട്. നിനക്ക് ക്ഷീണമുള്ള ഒരു ദിവസമാണ്. അപ്പൊ ഇന്നിപ്പോ ഓടിപ്പിടിച്ച് ശ്രദ്ധങ്ങൾ വെച്ചപ്പോ നല്ല ക്ഷീണമായി. പായസം കുടിച്ചപ്പോ അതിലാ ക്ഷീണമായി. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ. ഉറങ്ങി ഞങ്ങളൊന്ന് ഉറങ്ങട്ടെ. അപ്പൊ അടുത്ത നല്ല എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ എനിക്ക് തന്ന ഈ മോതിര ഈ ഗിഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇതും ഇക്കാന്റെ ഗിഫ്റ്റ് ആണ്, ഇതും ഇക്കാന്റെ ഗിഫ്റ്റ് ആണ്. അപ്പൊ പൊത്തിക്ക ഓക്കെ.